ഹായ് മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കൈഫ ഹാലുക്കും യാ തുഫാലി? മാഷാ അല്ലാഹ്, എല്ലാവരും സുഖമായിട്ടിരിക്കണം അല്ലേ? എല്ലാ മക്കൾക്കും ടീച്ചറുടെ സ്വബാഹൽ ഖൈർ. വെൽക്കം ടു അവർ ഇഹ്സാൻ ക്ലാസ്. കഴിഞ്ഞ ഇഹ്സാൻ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത് മക്കളെ? അവർ ഫാമിലിയെക്കുറിച്ച് പഠിച്ചല്ലേ? നമുക്ക് ഈ ഭൂമിയിൽ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നമ്മുടെ പാരൻസ് അല്ലേ? പാരൻസ് ഇല്ലാത്ത എത്രയോ കുട്ടികൾ ജീവിക്കുന്നുണ്ട് ഭൂമിയിൽ. അവർക്കൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അവരാരെങ്കിലും സഹായിക്കാനുണ്ടോ? ഇല്ല. പക്ഷേ അള്ളാഹു നമുക്ക് അങ്ങനത്തെ ഒരവസ്ഥ വരുത്തിയിട്ടില്ല. അപ്പം നമ്മൾ അള്ളാഹുവിനെ നന്നായി സ്തുതിക്കണ്ടേ കൂട്ടുകാരെ? പിന്നെ നമുക്ക് വേണ്ടി പാരൻസ് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ അവരുടെ കഴിവിൻ്റെ പരമാവധി നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തു തരുന്നുണ്ട് അല്ലേ? നമ്മൾ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിച്ചു തരുന്നു, ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിച്ചു തരുന്നു, ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ എല്ലാം നമുക്ക് വാങ്ങിച്ചു തരുന്നുണ്ട്. പിന്നെയോ നമുക്കൊരസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ രാത്രി ഉറക്കമൊഴിച്ചിട്ടാണ് അവർ നമ്മളെ ശുശ്രൂഷിക്കുന്നത്. ഇത് നമ്മുടെ പേരൻസ് അല്ലാതെ വേറെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യൂ? ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ പേരൻസ് നമ്മളെ ഇഷ്ടപ്പെടുന്ന പോലെ വേറെ ആരും നമ്മളെ ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ നമ്മുടെ ഉമ്മമാർ നമ്മളെ ചില സമയങ്ങളിൽ അടിക്കാറുണ്ട്, വഴക്ക് പറയാറുണ്ടല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്? നമ്മൾ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? അല്ല. അവരങ്ങനെ ചെയ്യുന്നത് മക്കൾ നല്ലൊരു കുട്ടികളായി വളരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഉമ്മച്ചി അടിക്കുമ്പോൾ വിഷമിച്ച് കരയാനോ ഉമ്മച്ചി വഴക്ക് പറയുമ്പോൾ സങ്കടപ്പെടാനോ പാടില്ല. മക്കൾ നല്ല മക്കളാവാൻ വേണ്ടിയിട്ടാണ് ഉമ്മച്ചിമാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ അടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഉമ്മച്ചിമാർക്ക് തന്നെ സങ്കടം വരും. കാരണം എൻ്റെ മോളടിച്ചല്ലോ, എൻ്റെ മോനടിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? നമ്മുടെ പാരൻസിന് വേണ്ടി പ്രാർത്ഥന പഠിച്ചല്ലേ? എല്ലാവരും ആ പ്രാർത്ഥന ചൊല്ലി നോക്കിയോ? ഉമ്മച്ചിക്ക് വേണ്ടിയും വാപ്പച്ചിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറില്ലേ എല്ലാവരും ഈ പ്രാർത്ഥന ചൊല്ലി? മാഷാ അല്ലാഹ്, എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് ടീച്ചർ വിചാരിക്കുന്നു. നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മയെക്കുറിച്ച് ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അറിയണ്ടേ കൂട്ടുകാരെ? ഉമ്മമാരുടെ കാലിനടിയിലാണ് സ്വർഗം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉമ്മമാർ നടന്നു പോകുമ്പോൾ നമ്മൾ ഉമ്മമാരെ കാലിൻ്റെ അടിയിൽ നോക്കാൻ പോണോ? വേണ്ട. എന്താണ് അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ഉമ്മമാർ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് ഉമ്മമാരെ സന്തോഷിപ്പിച്ച് അതുപോലെ തന്നെ ഉമ്മമാർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന നല്ല മക്കൾക്ക് അള്ളാഹു സ്വർഗം സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന മക്കളെ അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. കാരണം നമ്മളെ ഉമ്മമാരുടെ പ്രാർത്ഥന എപ്പോഴും ഈ മക്കൾക്ക് വേണ്ടി ഉണ്ടാവും. അതെല്ലാ മക്കൾക്കും ഉണ്ടാവും ഉമ്മമാരുടെ പ്രാർത്ഥന. പക്ഷേ ഇങ്ങനത്തെ മക്കളെ അള്ളാഹുവിനൊരു പ്രത്യേക ഇഷ്ടമാണ്. പിന്നെ എത്രമാത്രം പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലേ ഉമ്മമാരുടെ മഹത്വങ്ങളെക്കുറിച്ച് അല്ലേ? ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സുബർക്കം ഓർത്തോളീൻ, ഉദിമതിയാം മുത്തു മുഹമ്മദിൻ തൂമൊഴിയുള്ളിലുറച്ചോളീൻ, അമ്മിഞ്ഞ പാലിൻ മധുരം നിന്നു മറക്കാമോ, 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ എന്നൊക്കെ പറഞ്ഞ കുറേ പാട്ടുകളുണ്ട്. മക്കൾ കേട്ടിട്ടില്ലേ കുറേ പാട്ടുകൾ ഉമ്മമാരുടെ? ഇതുപോലെ മക്കൾക്കറിയാവുന്ന പാട്ടുകളൊക്കെ ടീച്ചർക്ക് പാടിയിട്ട് തരണം കേട്ടാ. പിന്നെ ടീച്ചർ വേറൊരു കവിത കൂടി ചൊല്ലിത്തരാം. വീണ്ടും വീണ്ടും പാടാം നമ്മുടെ വീടാണല്ലോ പറുദീസ, അച്ഛനും അമ്മയുമേകും
സ്വച്ഛതയല്ലോ സൗഭാഗ്യം. അമ്മിന്നപ്പാലൂറ്റി പോറ്റിയ നന്മയിൽ നമ്മൾ വളരുന്നു. വാത്സല്യത്തിൻ വിരലിൽ തൂങ്ങി നമ്മൾ നടന്നു പഠിക്കുന്നു. കൈ വളരുന്നു, കാൽ വളരുന്നു എന്നവർ നോക്കിയിരിക്കുന്നു. സ്വന്തം നെഞ്ചം നീറുമ്പോഴും നമ്മുടെ നോവവരാറ്റുന്നു. നമ്മൾക്കവരെ ജീവനേക്കാളെന്നുമെന്നും സ്നേഹിക്കാം. അവരുടെ നന്മയ്ക്കായി കുഞ്ഞെ നമ്മൾക്കെന്നും പ്രാർത്ഥിക്കാം. അവരുടെ നന്മയ്ക്കായി കുഞ്ഞെ നമ്മൾക്കെന്നും പ്രാർത്ഥിക്കാം. എങ്ങനെയാണ് മക്കളെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ ടീച്ചറുടെ കൂടെ. റബ്ബിർ ഹം ഹുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബിർ ഹം ഹുമാ കമാ റബ്ബയാനി സഗീറ. എല്ലാ മക്കളും ദിവസവും പാരൻസിന് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിക്കണം കേട്ടാ. അപ്പോൾ ടീച്ചർ നിർത്തട്ടെ മക്കളെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.